പ്രവാചകൻ കാരുണ്യത്തിന്റെ തിരുദൂതനാണല്ലോ, ആയിരിക്കുമല്ലോ, അങ്ങനെ ആകാതെ തരമില്ല. എന്താണെന്നറിയില്ല, നബിക്ക് ഭയങ്കര കാരുണ്യമാണ് കേട്ടോ സ്ത്രീകളോട്. അങ്ങനെയാണ് ഞാൻ ഇസ്ലാമിനെ കൂടുതൽ അറിയുന്നതും അടുത്തിടപഴകുന്നതും. കാരണം ഇങ്ങനെയൊക്കെ അങ്ങ് പ്രവാചകനും അള്ളാഹുവും ഒക്കെ സ്ത്രീകളെ അങ്ങ് ആദരിച്ചു കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കുമെന്ന് എനിക്ക് തോന്നിപ്പോയി. അതെ, എല്ലാവരോടും കാരുണ്യമുണ്ട്, സ്ത്രീകളോട് പ്രത്യേകിച്ച് കാരുണ്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വിമർശിക്കുക എന്നത് നമ്മുടെ ജന്മാവകാശമാണ്. ആർക്കും അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇസ്ലാമിനെ വിമർശിക്കരുത് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നാൽ അത് അസഹിഷ്ണുത മാത്രമാണ്. ഒരു കോടതിയും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഇപ്പോ ഞാൻ പറഞ്ഞ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ഇസ്ലാമിനെ പരിഹസിക്കുന്ന? ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അത് പറഞ്ഞ് രംഗത്ത് വായോ, അല്ലേ? അതല്ലാതെ ഇല്ലാത്തത് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് എൻ്റെ ഉമ്മച്ചിയെ കാണാനുണ്ടായിരുന്നു. പോയി ഉമ്മച്ചിയൊക്കെ കണ്ടു, എല്ലാരെയും കണ്ടു. പള്ളിയിൽ പിന്നെ മഹലിൽ നമുക്ക് മാസവരി കൊടുക്കാനുണ്ടായിരുന്നല്ലോ, സക്കാത്തിന്റെ വിഹിതം കൊടുക്കണ്ടേ? അതൊക്കെ കൊടുത്തു, സന്തോഷത്തോടെ മടങ്ങി വന്നു. പിന്നെ വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോഴേക്ക് ഇവിടെ പൂരപ്പാട്ട് തുടങ്ങി. ജാമിദ ഇസ്ലാമിനെ വിമർശനം നിർത്തി. ശരിയെന്നാ, കാരണം പേടിയല്ലേ, തല പോകത്തില്ലേ? മറ്റു മതങ്ങളെ വിമർശിക്കുന്നത് പോലെയാണോ ഇസ്ലാമിനെ വിമർശിക്കുന്നത്? കാരണം ഇസ്ലാമിൽ ഉള്ളത്ര സഹിഷ്ണുത മറ്റെവിടെയാണുള്ളത്? പൃഥ്വിരാജ് സന്ധു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വിളിക്കാനൊക്കെ പറ്റും, ഇപ്പൊ കോളിംഗ് ഡേ അല്ലല്ലോ, അതുകൊണ്ട് ഇന്ന് നമ്പർ എടുത്തിട്ടില്ല. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്. കോളിംഗ് ഡേ ഫോൺ ഉണ്ട് ഇവിടെ കേട്ടോ, വിളിക്കാം. കുറച്ചും കൂടി പൃഥ്വിരാജ് ഒന്ന് ക്ഷമിക്കും, വിളിക്കാം. ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല. ഇസ്ലാമിനെ വിമർശിച്ചാൽ നമ്മുടെ തലയെടുത്ത് കൊണ്ടുപോയി ഒരിടത്ത് അടുക്കി വെക്കും. അങ്ങനെ അങ്ങ് പേടിച്ചേ ഇസ്ലാമിനെ വിമർശിക്കുന്നതിൽ നിന്ന് പിന്മാറണമെങ്കിൽ വേറെ ജനിക്കണം. ഈ മുതല് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ, ഏതെങ്കിലും ഒരു പുസ്തകം കണ്ടറിഞ്ഞു വായിച്ചിട്ടോ, അതല്ലെങ്കിൽ ആരെങ്കിലും പണം തന്ന് പ്രേരിപ്പിച്ചിട്ടോ മതം വിമർശിക്കാൻ ഇറങ്ങിയ ആളല്ല. അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ നെറ്റ് ഇഷ്യൂ ഉണ്ടോ? നിലവിൽ ഇഷ്യൂസ് ഒന്നുമില്ല. എന്താ പറ്റുന്നതെന്ന് പറഞ്ഞേ. നെറ്റ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാനിടയില്ല. മോനെ, മോനെ വാതിൽ കുറച്ചൊന്ന് തുറന്നിട്ടേ. അതായത് വൈഫൈ കിട്ടുന്നില്ല, ചെറിയൊരു പ്രശ്നം തോന്നുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നെറ്റ് ഇഷ്യൂ ഉണ്ടോ? റെനി, അനിൽ കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, നമുക്ക് തുടങ്ങാം. അപ്പോ ഇസ്ലാമിനെ വിമർശിച്ചാൽ ഉടനെ തന്നെ തകർന്നു പോകുന്ന ഒരു മതമാണെങ്കിൽ, തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെ എന്നല്ലേ വിചാരിക്കാൻ പാടുള്ളൂ. ഞാൻ ഇസ്ലാമിനെ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറി പറഞ്ഞ് എന്റെ തന്തയും തള്ളയും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ശീലവുമില്ല. അതുകൊണ്ട് എനിക്കതിനെ കുറിച്ചിട്ട് അറിയില്ല. എന്താണ് ലൈവ് കിട്ടുന്നില്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? തോന്നുന്നുണ്ടോ? നന്നായി പഠിച്ചു എങ്ങനെയാണ് സ്ത്രീകളെ ഇസ്ലാം ആദരിക്കുന്നത് എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. ഇസ്ലാം എത്രമാത്രം അസഹിഷ്ണുതയുള്ള മതമാണ് എന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ മതങ്ങളെയും, എല്ലാ ആശയങ്ങളെയും, എല്ലാ രാഷ്ട്രീയങ്ങളെയും, എല്ലാ നിലപാടുകളെയും മുസ്ലിങ്ങൾ വിമർശിക്കും. പക്ഷേ മുസ്ലിമിന്റെ എന്തിനെയെങ്കിലും വിമർശിച്ചാൽ, ഇസ്ലാമിനെ ഒന്ന് വിമർശിച്ചു നോക്കിക്കേ,
അവരുടെ സഹിഷ്ണുത ഇങ്ങനെ നമ്മളെ വലയം ചെയ്തു നിൽക്കും. സഹിഷ്ണുതയുടെ കൂമ്പാരം കൊണ്ടുവന്ന് നമ്മുടെ തലവഴിയെ ചൊരിക്കും. മലക്ക് പിടിച്ചെന്ന് വിചാരിക്കണ്ട. പിന്നെ RRR അല്ല, മലക്കല്ല പിടിച്ചത്. ഇനി അഥവാ പിടിച്ചാൽ തന്നെയും ജിബ്രീലൊക്കെ റെസ്റ്റിലല്ലേ. എന്തിനാണ് അവരെയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ റെസ്റ്റിലാണ്, വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അപ്പോ ജാമിദ പേടിച്ചു പോയി, ഇസ്ലാമിനെ വിമർശനം നിർത്തി. കാരണം ഫണ്ടിങ്ങനെ കൂമ്പാരമാകുമല്ലേ ജാമിദയുടെ വായടപ്പിക്കാൻ. ഇനിയും തലയെടുക്കാനാണെങ്കിൽ അതിനും എടുക്കണമെങ്കിൽ വന്ന് എടുത്തിട്ട് പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. അതോടുകൂടി കേരളക്കരയിൽ നിന്ന് ഇസ്ലാം പറക്കുന്നത് നമുക്ക് കാണാം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാവും. അല്ലെങ്കിൽ തന്നെ ഇസ്ലാം ഇപ്പോൾ മരണാസന്നമായ ദശയിലാണ്. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മളീ പോകുന്ന വഴിയിൽ ചില തെരുവു നായ്ക്കളുണ്ടല്ലോ, കിടന്ന് കുരയ്ക്കും. എല്ലാ തെരുവു നായ്ക്കളെയും നമുക്ക് കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കാൻ പറ്റില്ല. ചില തെരുവു നായ്ക്കൾ കല്ലെറിഞ്ഞാലും തിരിച്ചോടി വരും കടിക്കാൻ. കാരണം എന്തെന്നറിയാമോ? അവരുടെ ജോലി അതാ. എങ്ങനെയും ഒരു മീഡിയ അറ്റൻഷൻ കിട്ടണം. അതിനെയും കുപ്രസിദ്ധിയാണെങ്കിലും സാരമില്ല, സുപ്രസിദ്ധിയാണെങ്കിലും സാരമില്ല. അനിത ഓർഡർ ഉള്ളതാണ്. പിന്നെ കോടതി കാര്യങ്ങളല്ലേ, നമുക്ക് സർട്ടിഫൈഡ് കോപ്പി നമ്മുടെ കയ്യിൽ കിട്ടാൻ വർക്കിംഗ് ഡേ 2 ദിവസമെങ്കിലും എടുക്കില്ലേ? അത്രേ ഉള്ളൂ കാര്യം. നുണകളുടെ ഗോപുരം തകർന്നു വീഴുന്നത് നമുക്ക് സമീപ ദിവസങ്ങളിൽ കാണാം. അതായത് 2 ദിവസങ്ങൾക്കകം അതിനുള്ള റിസൾട്ട് ഉണ്ടാകും. കാണാമെന്നേ. ശുംഭൻ എന്നെന്ന് കോടതിയെ ജഡ്ജിയൊക്കെ പറഞ്ഞു, നമ്മൾ കണ്ടതല്ലേ അതൊക്കെ. വീണ്ടും നെറ്റ് പോയോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ നെറ്റിന്? കേൾക്കുന്നുണ്ടോ? പിന്നെയും സ്റ്റക്കായി. അതല്ല, സ്റ്റക്കായി പോയി. എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പൊ കട്ടായോ? റേനി കേൾക്കുന്നില്ല?